ചെറുപ്പത്തോട്ടെ ലീവേട്ടർ പടങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരാളോടെയാണ്. 1 മണിക്കൂർ വൈകുന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ ഒരു ലാഗ് ആയത്. രാവിലെ തലേന്ന് 2 ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഒന്നും കിട്ടിയില്ല, ലാഗായി. പഠിക്കണോ? ഞാൻ വർക്ക് ചെയ്യാണ്, ഷെഫാണ്. ദിലീപിന് ഒരു നല്ല സിനിമയിൽ ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും പണ്ട് കാലത്തെ കോമഡി പടങ്ങളാണ് ഇഷ്ടം. CID മൂസ എന്ന് പറയുന്ന പോലത്തെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലെ ഭയങ്കര ഹേറ്റ് ക്യാമ്പയിൻ നടക്കണം, എന്താണ് അതിനെ കുറിച്ച് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു ആള് ഇത് കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞിട്ടും അയാളെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ വഴിയും കാര്യങ്ങൾ വഴിയും പിന്തള്ളാം. പിന്നെ കുറെ ആക്ടേഴ്സ് രീതിയിൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂപ്പര് പണ്ട് കാലം തൊട്ടേ നമ്മൾ കണ്ടു വളർന്ന ഒരാളായത് കൊണ്ട് പിന്നെ എനിക്ക് അതിനോട് യോജിപ്പില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, അത് അതിന്റെ വഴിക്ക്. എനിക്ക് പിന്നെ എപ്പോഴും പോസിറ്റീവ്. നല്ല മൂവീസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും കാണും. നല്ല മൂവീസ് ഇല്ലെങ്കിലും ബാഡ് മൂവീസ് ആണെങ്കിലും നമ്മള് സപ്പോർട്ട് ചെയ്യും, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. മെയിനായിട്ട് ദിലീപ് ഫാൻ ആണോ? അതാ തീർച്ചയായിട്ടും ജനപ്രിയ നായകന്റെ ഫാൻ തന്നെയാണ്. ഇപ്പൊ കടയിൽ സന്തോഷം. താങ്ക് യു. നന്നായി വിജയിക്കട്ടെ. നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കട്ടെ, എല്ലാവരും വിജയിക്കട്ടെ. ഈ ബബ്ബാവറുടെ പടം നന്നായി വിജയിക്കുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിലെ ഹൈപ്പ് കാണുമ്പോൾ എന്തായാലും വിജയിക്കുന്നു. പിന്നെ സോങ്ങിന്റെ രീതിയിലൊക്കെ കുറെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അണ്ണനും തമ്പിയും കൂടെ ഉള്ളൊരു അടിച്ചുപൊളി പടമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹേറ്റ് ക്യാമ്പയിൻ വരുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്, ഒരാളെ മാത്രം അങ്ങനെ അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഇതിപ്പോ കുറെ രീതിയിൽ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ ഫീൽ ആവും. പക്ഷെ കൂടുതൽ സപ്പോർട്ട് നമുക്ക് ആൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ നെഗറ്റീവ് ഒന്ന് മാറ്റി വെച്ച് അതിനുള്ള കൂടുതൽ ഹേറ്റ് ക്യാമ്പയിൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒരാൾക്ക് മാത്രം ഇപ്പോ ഇഷ്ടപ്പെടണമെന്നില്ല, കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടണം, കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ആക്ടേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, മൂവി നമുക്ക് നല്ല മൂവി ആകട്ടെ. അടിപൊളിയായിട്ട് കാണാം. എന്തായാലും സന്തോഷം. താങ്ക് യു. ദിലീപ് ഫാൻ ആണോ? കാണാറുണ്ട്. 1 മണിക്കൂർ വൈകി എന്നൊക്കെ പറയുന്നത് എന്താണ് ആക്ഷേപനാണല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയാസില് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്താ അഭിപ്രായം? അല്ല, അതിനോട് നമ്മള് അത് കോടതിയിലുള്ള കേസ് കാര്യങ്ങളൊക്കെ, അത് നമ്മള് പ്രേക്ഷകർ എന്ന രീതിയിൽ സിനിമ കാണുക, അതിന് അഭിപ്രായം പറയാൻ അവരുടെ തൊഴിൽ ഇതാണ്. അതിപ്പോ നമ്മള് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പല പല ഇതുണ്ടാവും. തൊഴിലിനെ ഇതാക്കിട്ട് നമ്മൾ നല്ല സിനിമയാണ് സിനിമയെ കാണാൻ എല്ലാവരും ഇപ്പോ എല്ലാവരുടെ പേരിലും ആരോപണങ്ങളെല്ലാം ഉണ്ട്. നല്ല സിനിമയെ കാണാൻ ഇതാകുക, സപ്പോർട്ട് ചെയ്യുക. ആ മോശം സിനിമയാണ് വെച്ച് പറഞ്ഞാൽ എത്ര വരെ നടന്നെയാണെങ്കിലും നമ്മള് മോശം തന്നെ പറയാറുള്ളത്. അതൊക്കെ നല്ല സിനിമയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ദിലീപ് ഫാനാണോ? ഫാനൊന്നുമല്ല, നമ്മൾ ആരെയും ഫാനൊന്നുമല്ല. പക്ഷെ പടം കാണാൻ വന്നാണ്. നല്ല മൂവീസ് വന്നാൽ കാണും. അത് ദിലീപ് അല്ല, ആരെയാണെങ്കിലും കാണും. സോഷ്യൽ മീഡിയാസിലൊക്കെ ഭയങ്കര ബോയ്ക്കോട്ട് ചെയ്യണം, ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഹ്വാനമാണ്. എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായം ഇല്ല. ഞങ്ങളിപ്പോ പടം കാണാന്നുള്ള രീതിയിൽ വന്നതാണ്, വേറെ ഒന്നും അഭിപ്രായം. സിനിമ ഇഷ്ടപ്പെടുന്നവർ കാണും. സിനിമ ഞങ്ങൾക്ക് സിനിമ ഇഷ്ടമാണ്, അതുകൊണ്ട് കാണും. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമ കാണുമോ ഇല്ലയോ എന്നൊക്കെ പറയണതൊക്കെ വെറുതെയാണ്. നല്ല സിനിമ വന്ന് കാണണം, കാണും. വലിയ ഫാൻ ആവണമെന്നില്ല. അവൾക്കൊപ്പം അവനൊപ്പം അങ്ങനെയൊന്നും ഇല്ല. നല്ല സിനിമകൾ വരുമ്പോ കാണുക. അതില് ഇപ്പൊ പറഞ്ഞ പോലെ അവൾക്കൊപ്പം അവനോടൊപ്പം ഒന്നുമില്ല. ദിലീപ് ഫാനൊന്നുമില്ല. നല്ല ബബ്ബ മൂവീസ് കാണാൻ വന്ന നമ്മുടെ യൂത്തിന്റെ അടുത്ത് എന്തൊക്കെയാണ് അഭിപ്രായം ചോദിക്കാം. അവര് പാവം ഒരു ഒമ്പരക്കൊക്കെ നേരത്തെ തന്നെ വന്നാണ്, പക്ഷെ പടം ഡിലേ ആയി. അവരുടെ അഭിപ്രായം ചോദിക്കാം. എന്താ പേര്? വീട് ആലത്തൂരിനെയാണ് അല്ലെ? ദിലീപ് ഫാനാണോ? ഏത് ഫാനാണ്? മമ്മൂട്ടി ഫാനായിട്ടും ദിലീപിന്റെ പടത്തിന് വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഷോന്. എന്താണ് പടത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കാണാൻ വന്നാണ്. ഈ ഡിലേ ആയാലും എന്തൊക്കെ സങ്കടം ഉണ്ടാ? കുഴപ്പമില്ല. എന്നാലും ഇതിന് സമയം വൈകിയില്ലേ? ഞാൻ പഠിക്കുകയാണ്, നിങ്ങള് കട്ട് ചെയ്തിട്ട് വന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഭയങ്കര ബോയ്ക്കോട്ട് ചെയ്യണം, ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? എന്താണ് ബഹിഷ്കരിക്കണം എന്നാണ് അഭിപ്രായം? അതാ പറയട്ടെ. നല്ല പടമാണ് പറഞ്ഞ ഇങ്ങനെ നിൽക്ക്, നല്ല ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ കാണണല്ല. എന്താണ് അഭിപ്രായം? അതിനെയാണോ? നമുക്കൊന്ന് ആനന്ദിക്കണല്ലേ ആര് അഭിനയിച്ചാലും. നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇല്ലേ? പാട്ട് കണ്ടപ്പോ അതില് കുറച്ച് രസമുണ്ടായിരുന്നില്ല പാട്ട്. ട്രെയിലർ പക്ഷെ അടിപൊളിയായിരുന്നു. ബബ്ബ സിനിമ തുടങ്ങാത്തതില് യൂത്ത് ഭയങ്കര അക്ഷമരാണ്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. എന്റെ പേരെന്താണോ? അജയ് കിരൺ. ഇവിടെ തന്നെയാണോ വീട്? എവിടാ? എന്താണ് ദിലീപിന്റെ സിനിമ കാണാൻ വന്നാണോ? എന്താണ് എക്സ്പെക്ടേഷൻ? എന്താണ്
പടത്തിനെ കുറിച്ച് അടിപൊളിയാവുന്നാണ് പ്രതീക്ഷ. കമ്പൊക്കെ പ്രതീക്ഷിക്കുന്നത്. ദിലീപിനെ ഇഷ്ടമാണോ അല്ലേ? അപ്പൊ നായകൻ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന് സിനിമ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യാമ്പയിൻ നടക്കണ്ടേ, എന്താണ് അഭിപ്രായം? കാണാത്തവരാരും ഇല്ലല്ലോ സിനിമ. പണ്ട സിനിമയിലെ കണ്ടിട്ടില്ല. ദിലീപിന് ഇഷ്ടം തന്നെയാണ്. കമ്പൊക്കെ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്നില്ല. നല്ല ആളുകൾ അഭിനയിച്ച പടം വിജയിക്കില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല അല്ലെ, ബഹിഷ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ വൈകി എന്നാണ് പറയുന്നത്. എന്താണ് ഭയങ്കര വിഷമമുണ്ടാ? അതാണ്. പഠിച്ചോണ്ടിരിക്കണം നിങ്ങള്? പഠിക്കാലോ. ഞാൻ വർക്ക് ചെയ്യണം എവിടെ? ദുബായിൽ. ഞാൻ വർക്ക് ചെയ്യും ഫോട്ടോഗ്രാഫർ. ഏത് ഫാനാണ്? മമ്മൂട്ടി ഫാനാണ്. ദിലീപിനെ ഇഷ്ടമാണ്. ഞാൻ മോഹൻലാൽ. ഓക്കെ, താങ്ക് യു.